സോ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീനോനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ ഡീനോ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് സ്ക്രിപ്റ്റും ജാവാസ്ക്രിപ്റ്റിൻ്റെയും റൺ ടൈം ആണ്. മോസ്റ്റ്ലി നമ്മൾ ബാക്ക് ആൻഡ് വർക്കിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് നോഡ് ജെയ്സിൻ്റെ പോലെ തന്നെയാണ് ഇത് ഡീനോ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് ജെയ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി ഫയലാണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും നമുക്ക് ഡീഫോൾട്ടായിട്ട് ആക്സസ് ചെയ്തില്ല. സോ എക്സ്ട്രാ ഒരു ലെയർ ഓഫ് സെക്യൂരിറ്റി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഏതൊരു ഫയൽ റൺ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ആക്സസ് ചോദിക്കും. സോ എയ്തർ നമുക്ക് യെസ് ഓർ നോ കൊടുക്കാം ഇവിടെ. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് തിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സപ്പോസ് നമ്മളിപ്പോൾ ഒരു നോഡ് ജെയ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ കോൾ ചെയ്യുക. ഫെച്ച് ആണെങ്കിലും മാക്സ് യൂസ് ആണെങ്കിലും. പക്ഷേ ഡീനോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആവശ്യമില്ല. കാരണം നമുക്ക് ഡീഫോൾട്ടായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കുറച്ച് വെബ് സപ്പോർട്ടഡ് പാക്കേജസ്. സോ അതിൽ ഒന്നാണ് ഫെച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫെച്ച് എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫെച്ചിൽ നമുക്ക് ഫെച്ചിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ലോക്കൽ JSON ഫയലാണ് കൊടുത്തേക്കുന്നത്. സോ ലോക്കൽ JSON ഫയൽ കൊടുത്തു, ഇമ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ എന്താണോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വെബ് APIs. സോ അതേപോലെ ഇവർ കുറച്ച് ബിൽഡ് ഇൻ ടൂളിങ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് പ്രോംപ്റ്റിൽ ഇത് വെച്ച് റൺ ചെയ്യാൻ പറ്റും. റൺ ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ബെഞ്ച് മാർക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഏതൊരു ഫയലിൻ്റെയും പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണത്. ഓക്കെ, സപ്പോസ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫയലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് എൽഡിനായിട്ട് ഫോർമാറ്റിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫയൽ ഫോർമാറ്റ് ആയി. സോ കറൻ്റ്ലി നമുക്ക് ഇതൊക്കെയാണ് ഈ പാക്കേജ്, ഈ ഫയൽ എക്സ്റ്റൻഷന് മാത്രമാണ്, ഫയൽ ടൈപ്പിന് മാത്രമാണ് അവർ കോഡ് ഫോർമാറ്റിംഗ് അവൈലബിലിറ്റി ഉള്ളൂ. സോ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. സോ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ വെബിൻ്റെ പോലെയാണ് ഇവിടെ ബിൽഡ് ചെയ്തേക്കണം. കാരണം നമുക്കിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ സെർവ് എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. സോ അത് ആ HTTPS ആ ലൊക്കേഷനിൽ നിന്ന് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യും. സോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റമിൽ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ ഈ ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ ആ ക്യാഷ് ഡേറ്റയിൽ നിന്നാണ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഫയൽ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് ഇത്ര ഫയലും നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. ആൻഡ് അടുത്ത പ്രാവശ്യം നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ വീണ്ടും ഡൗൺലോഡ് ആവില്ല. ഡയറക്റ്റായിട്ട് ആ ക്യാഷ് ഡേറ്റയിൽ നിന്നാണ് നമ്മൾ ഫയൽ റിട്രീവ് ചെയ്തെടുക്കുക. സോ നമുക്കിപ്പോൾ ഒരു വെബ് സെർവർ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോക്കൽ ഹോസ്റ്റ് 8000 എന്ന് പറഞ്ഞതിൽ. സോ ഇതാണ് ഡീനോ ഇൻ 100 seconds. അടുത്ത പ്രാവശ്യം കാണുന്നതായിരിക്കും. ബൈ.